റേഷ്യോ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ക്വാണ്ടിറ്റീസ് തന്നാൽ എങ്ങനെ നമ്മൾക്ക് റേഷ്യോ എഴുതാം എന്നുള്ളത് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. പേജ് നമ്പർ 119 ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ ഓൾ റെക്ടാംഗിൾസ് ഓഫ് ഡൈമെൻഷൻസ് ഗിവൺ ബിലോ സ്റ്റേറ്റ് ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ലെങ്ത് യൂസിങ് ദ ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ്. അതായത് കുറച്ച് റെക്ടാംഗിൾസിന്റെ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. അതിന്റെ ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എഴുതണം. അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് യൂസിങ് ദ ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ്. അതായത് റേഷ്യോ എന്തിലായിരിക്കണം? ലോവസ്റ്റ് ഫോമിലായിരിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ വിഡ്ത്ത് 8 സെന്റിമീറ്ററും ലെങ്ത്ത് 10 സെന്റിമീറ്ററും നമുക്ക് റേഷ്യോ എഴുതണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് വിഡ്ത്തും ലെങ്ത്തും സെയിം യൂണിറ്റിലാണോ എന്ന് നോക്കി. അപ്പൊ അത് സെയിം യൂണിറ്റിലാണ്. ഇനി നമുക്ക് വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ വിഡ്ത്തിന്റെ ആദ്യം എഴുതണം, ലെങ്ത്തിന്റെ രണ്ടാമത് എഴുതി. ഇനി ആ രണ്ട് നമ്പേഴ്സും ഷോർട്ടസ്റ്റ് ഫോമിലാണോ എന്ന് നോക്കണം. അതായത് ആ രണ്ട് നമ്പേഴ്സിലും എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ. അപ്പൊ ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ടോ? 8നും 10നും 2 കോമൺ ഫാക്ടർ ആണ്. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 8 ഡിവൈഡഡ് ബൈ 2 4, 10 ഡിവൈഡഡ് ബൈ 2 5. അപ്പൊ 4ഉം 5ഉം എന്നുള്ള രണ്ട് നമ്പേഴ്സ് കിട്ടി. ആ രണ്ട് നമ്പേഴ്സിലും ഇനി കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. 4ഉം 5ലും കോമൺ ഫാക്ടർ ഇല്ല. അപ്പൊ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം? റേഷ്യോ ഈസ് 4:5. അപ്പൊ റേഷ്യോ നമുക്ക് കിട്ടി വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ 4:5. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിഡ്ത്ത് 8 മീറ്റർ, ലെങ്ത് 12 മീറ്റർ. അപ്പൊ നമ്മൾ യൂണിറ്റ് നോക്കി, രണ്ടും മീറ്ററിലായിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ രണ്ടും സെയിം യൂണിറ്റിലായിരിക്കണം എന്നുള്ളൂ. അപ്പൊ രണ്ടും സെയിം യൂണിറ്റിലാണ്. അപ്പൊ നമുക്ക് റേഷ്യോ എഴുതാൻ നോക്കാം. വിഡ്ത്ത് ആദ്യം എഴുതി, ലെങ്ത് രണ്ടാമത് എഴുതി. ഇനി എന്ത് വേണം? അത് ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കണം. ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ അതിൽ കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ 8ലും 12ലും നോക്കിയപ്പോ നമുക്കറിയാം 4 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 8 ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പോ 2 കിട്ടി. 12 ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പോ 3 കിട്ടി. അപ്പൊ റേഷ്യോ എന്ത് വന്നു? 2:3. 2:3 ഷോർട്ടസ്റ്റ് ഫോമിലാണ്. നമുക്ക് റേഷ്യോ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്: വിഡ്ത്ത് 20 സെന്റിമീറ്ററും ലെങ്ത് 1 മീറ്ററും ആണ്. അപ്പൊ നമുക്ക് നോക്കിയപ്പോ വിഡ്ത്ത് സെന്റിമീറ്ററിലും ലെങ്ത് മീറ്ററിലാണ്. അതായത് രണ്ടും സെയിം യൂണിറ്റിലല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? സെയിം യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത് 1 മീറ്ററിന് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? 1 മീറ്ററിന് പകരം 100 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. 20 സെന്റിമീറ്ററും 100 സെന്റിമീറ്ററും ആണ്. അപ്പൊ രണ്ടും സെയിം യൂണിറ്റിലായി. ഇനി നമുക്ക് എന്ത് വേണം? ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കണം. അപ്പൊ 20 ഉണ്ട്, 100 ഉണ്ട്. അപ്പൊ നമുക്കറിയാം 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ രണ്ട് നമ്പറിലും 20 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ 20നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. 100 ഡിവൈഡ് ബൈ 20 5. അപ്പൊ റേഷ്യോ എന്ത് കിട്ടി? 1:5. അപ്പൊ ഒരുമിച്ച് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം? ആദ്യം 20ഉം 100ഉം ഉണ്ട്. രണ്ട് നമ്പറിലും ഓരോ 0 ഉണ്ട്. അതിനെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 20ന്ന് 1 0 കട്ട് ചെയ്തപ്പോൾ 2, 100ന്ന് 1 0 കട്ട് ചെയ്യുമ്പോൾ 10. ഒരു 0 മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ. രണ്ട് നമ്പേഴ്സിനും ഒരേപോലെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പൊ 2ഉം 10ഉം എന്നിട്ട് ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ 1:5 എന്ന് കിട്ടും. നേരിട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം? ആദ്യം 0 കട്ട് ചെയ്തു, പിന്നെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന്റെ വിഡ്ത്ത് 40 സെന്റിമീറ്റർ, ലെങ്ത് 1 മീറ്റർ. അപ്പൊ നോക്കിയപ്പോ രണ്ടും ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ്. അപ്പൊ സെയിം യൂണിറ്റിലേക്ക് ആക്കണം. അപ്പൊ നമുക്ക് 1 മീറ്ററിനെ 100 സെന്റിമീറ്റർ എഴുതാം. അപ്പൊ 40 and 100. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 0 കട്ട് ചെയ്യാം. രണ്ടിലും ഒരു 0 വീതം കട്ട് ചെയ്യാം. ഒരു 0 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ആയി, ഇവിടെ 10 ആയി. ഇനി 4ലും 10ലുള്ള കോമൺ ഫാക്ടർ നമുക്കറിയാം 2 ഉണ്ട്. അപ്പൊ രണ്ട് നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 ഡിവൈഡഡ് ബൈ 2 2, 10 ഡിവൈഡഡ് ബൈ 2 5. അപ്പൊ റേഷ്യോ കിട്ടിയത് 2:5.
ഇവിടെ വിഡ്ത്തും ലെങ്ത്തും തന്നിട്ടുണ്ട്. വിഡ്ത്ത് 1.5 സെന്റിമീറ്റർ, ലെങ്ത്ത് 2 സെന്റിമീറ്റർ. അപ്പൊ രണ്ടും സെയിം യൂണിറ്റ് ആണ്. അപ്പൊ യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. നമ്പേഴ്സ് നോക്കിയപ്പോൾ ഒന്ന് ഡെസിമൽ നമ്പറും ഒന്ന് കൗണ്ടിങ് നമ്പറും ആണ്. അപ്പൊ നമുക്കറിയാം റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും കൗണ്ടിങ് നമ്പേഴ്സിലായിരിക്കണം എഴുതേണ്ടത്. 1.5 എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 1 ഡെസിമൽ പ്ലേസ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ കൗണ്ടിങ് നമ്പർ ആക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കൗണ്ടിങ് നമ്പർ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 15 വരും. 2നെ 10 കൊണ്ട് ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പൊ രണ്ട് നമ്പേഴ്സും കൗണ്ടിങ് നമ്പേഴ്സ് ആയി 15ഉം 20ഉം ആയി. ഇനി എന്ത് വേണം? കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കാം. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി 15ലും 20ലും 5 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടി 3:4. അല്ലെങ്കിൽ നമുക്ക് വേറെ വിധത്തിൽ ചെയ്യാം. 1.5ഉം 2ഉം ഉണ്ട്. ഈ 1.5 എന്ന് പറയുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം അത് 3 ആണ്. 1.5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കൗണ്ടിങ് നമ്പർ ആവും. 1.5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 3 കിട്ടും. 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പൊ പെട്ടെന്ന് തന്നെ 3:4 കിട്ടി. അത് 1.5 ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കൗണ്ടിങ് നമ്പർ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള 5 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. നമുക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ടേബിൾ ഇതാണ് പറയുന്നത്. ഇൻ ദ ടേബിൾ ബിലോ 2 of the width, length and their ratio of some rectangles are given. Calculate the third and fill up the table. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിളില് റെക്ടാംഗിൾസിന്റെ വിഡ്ത്ത്, ലെങ്ത്, റേഷ്യോ കൊടുത്തിട്ടുണ്ട്. എല്ലാ റെക്ടാംഗിളിലും ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് റെക്ടാംഗിൾ നോക്കുക. വിഡ്ത്ത് 6 സെന്റിമീറ്റർ. യൂണിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. 6 സെന്റിമീറ്റർ വിഡ്ത്തും 8 സെന്റിമീറ്റർ ലെങ്ത്തും. അപ്പൊ റേഷ്യോ നമുക്ക് എഴുതണം. അപ്പൊ റേഷ്യോ നമ്മൾ എഴുതുമ്പോൾ 6, 8 എന്ത് വേണം? 6ഉം 8ഉം ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് എഴുതണം. അപ്പൊ 6ലും 8ലും 2 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഡിവൈഡഡ് ബൈ 2 3, 8 ഡിവൈഡഡ് ബൈ 2 4. അപ്പൊ റേഷ്യോ എന്ത് കിട്ടി? 3:4. ഇത് നമുക്ക് ചെയ്യാൻ അറിയുന്നതാണ്. വിഡ്ത്തും ലെങ്ത്തും തന്നിട്ട് റേഷ്യോ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിഡ്ത്തും റേഷ്യോയും തന്നിട്ടുണ്ട്, ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ നോക്കിയപ്പോ വിഡ്ത്ത് 3 തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടില്ല, റേഷ്യോ തന്നിട്ടുണ്ട് 3:4. അപ്പൊ റേഷ്യോ ഇവിടെ എഴുതി നോക്കിയപ്പോൾ അത് 3:4 ആണ്. നമുക്ക് തന്നിട്ടുള്ളത് വിഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് റേഷ്യോനെ എന്ത് ചെയ്യുമ്പോഴാണ് ആ തന്നിട്ടുള്ള വിഡ്ത്ത് കിട്ടണേന്ന് നോക്കി. അപ്പൊ ഇവിടെ റേഷ്യോ 3:4 ആണ്. 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വിഡ്ത്ത് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിന്റെ റേഷ്യോ ആയ 4നെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 കൊണ്ട്. അപ്പൊ ലെങ്ത് എന്തായിരിക്കും? 4 × 1 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ലെങ്ത് 4 സെന്റിമീറ്റർ. അടുത്ത റേഷ്യോ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനില് റേഷ്യോ തന്നിട്ടുണ്ട് 3:4 ആണ്. വിഡ്ത്തും തന്നിട്ടുണ്ട്, വിഡ്ത്ത് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ വിഡ്ത്തിന്റെ നമ്പർ 3 ആണ് റേഷ്യോയില്. വിഡ്ത്ത് 1 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ 3നെ എന്ത് ചെയ്യുമ്പോഴാണ് 1 എന്നുള്ള നമ്പർ കിട്ടുക? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. 3നെ ബൈ 3 മീൻസ് 3 ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോഴാണ് 1 സെന്റിമീറ്റർ എന്നുള്ളത് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? ലെങ്ത്തിന്റെ റേഷ്യോ ആയ 4നെ 3 കൊണ്ട് തന്നെ സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലെങ്ത് എത്രയെന്ന് കിട്ടും. അപ്പൊ 4നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 4/3. 4/3 എന്നുള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 1 3 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 and 1/3. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 1 and 1/3 സെന്റിമീറ്റർ ആണ്.
വിഡ്ത്തിന്റെ റേഷ്യോനെ എന്താണ് ചെയ്തത് ആ സെയിം കാൽക്കുലേഷൻ ലെങ്ത്തിന്റെ റേഷ്യോനും ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാനായി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനില് ലെങ്ത്തും റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ റേഷ്യോ ഇവിടെ എഴുതി 3:4. ലെങ്ത് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ലെങ്ത്തിന്റെ താഴെ നമ്മൾ എന്ത് എഴുതി 1 സെന്റിമീറ്റർ. അപ്പോ ലെങ്ത് 1 സെന്റിമീറ്റർ കിട്ടണമെങ്കിൽ ഈ ലെങ്ത്തിന്റെ സൈഡിലുള്ള ഈ റേഷ്യോന് എന്ത് ചെയ്താലാണ് കിട്ടുന്നത്? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അങ്ങനെ നോക്കുക, 4 1 ആവണമെങ്കിൽ 4നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വേണം? വിഡ്ത്ത് കിട്ടാനായിട്ട് 3നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും. ബൈ എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രാക്ഷൻ ആയിട്ട് വരുമ്പോൾ അത് ഡിവിഷൻ തന്നെയാണ് മീൻ ചെയ്യുന്നത്. നമുക്ക് വിഡ്ത്ത് എത്ര കിട്ടി? 3/4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 3/4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിഡ്ത്ത് 6ഉം ലെങ്ത് 15ഉം. വിഡ്ത്തും ലെങ്ത് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റേഷ്യോ എഴുതാം. വെറുതെ എഴുതിയാൽ മതി. 6ഉം 15ഉം എന്ത് ചെയ്താൽ മതി? ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കണം. ഇതിൽ രണ്ടിലും 3 കോമൺ ഫാക്ടർ ആണ്. 6 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 2 കിട്ടി. 15 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 5 കിട്ടി. അപ്പൊ റേഷ്യോ എന്ത് വന്നു? 2:5. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 വിഡ്ത്ത് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടില്ല, റേഷ്യോ 2:5 ആണ്. അപ്പോൾ 2:5 ആണ് റേഷ്യോ. വിഡ്ത്തിന്റെ താഴെ നമ്മൾ എന്ത് എഴുതി? 2 സെന്റിമീറ്റർ. എന്നിട്ട് നമ്മൾ നോക്കി വിഡ്ത്തിന്റെ റേഷ്യോ ആയ 2നെ എന്ത് ചെയ്തപ്പോഴാണ് 2 സെന്റിമീറ്റർ എന്ന് കിട്ടിയത്? ഇൻറ്റു 1 ചെയ്തപ്പോൾ, അതായത് സെയിം നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലെങ്ത് 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതായത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ വിഡ്ത്ത് 1 സെന്റിമീറ്റർ, ലെങ്ത് തന്നിട്ടില്ല, 2:5 ആണ് റേഷ്യോ. അപ്പൊ നമ്മൾ 2:5 റേഷ്യോ എഴുതി. തന്നിട്ടുള്ളത് വിഡ്ത്ത് ആണ്. അപ്പൊ വിഡ്ത്തിന്റെ താഴെ ഇവിടെ 1 സെന്റിമീറ്റർ എഴുതി. അപ്പൊ ഈ 2 എന്നുള്ളത് 1 ആവാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റുക, അല്ലാതെ അഡീഷനും സബ്ട്രാക്ഷനും ഇതിൽ പറ്റില്ല. അപ്പൊ ഒന്നുകിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. അപ്പൊ 2നേക്കാളും ചെറിയ നമ്പർ ആണ്, അപ്പൊ തന്നെ നമുക്കറിയാം ഡിവിഷൻ ആണ്. ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 2 ഡിവൈഡഡ് ബൈ 2. അതായത് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 1 എന്നുള്ളത് ആൻസർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലെങ്ത്തിന്റെ റേഷ്യോ ആയ 5നെ എന്ത് വേണം? 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5/2 എന്ന് കിട്ടും. 5/2 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താ? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് വേണം? അത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യണം. കൺവെർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 2 4 1. അപ്പൊ നമ്മൾ കോഷ്യന്റ് എഴുതി, റിമൈൻഡർ എഴുതി, /2 എഴുതി. അപ്പൊ 2 and 1/2 ആണ് ലെങ്ത്. അപ്പൊ ഇവിടുത്തെ ആൻസർ കിട്ടി 2 and 1/2. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതില് വിഡ്ത്ത് തന്നിട്ടില്ല, ലെങ്ത്തും റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ സെയിം 2:5 തന്നെയാണ്. തന്നിട്ടുള്ളത് ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത്തിന്റെ താഴെ എഴുതി ഇവിടെ 1 സെന്റിമീറ്റർ. തെറ്റാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ 5 ആണ് ലെങ്ത്തിന്റെ റേഷ്യോ, 1 സെന്റിമീറ്റർ ആണ് ലെങ്ത്. അതായത് 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നത്. അപ്പൊ എന്ത് വേണം? ഈ 2നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/5. 2/5 എന്നുള്ള ഫ്രാക്ഷൻ നോക്കിയപ്പോൾ അത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതായത് ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പൊ അത് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ 2/5 സെന്റിമീറ്റർ ആണ് എന്ത്? വിഡ്ത്ത്. 2/5 സെന്റിമീറ്റർ. അപ്പൊ ടേബിള് കംപ്ലീറ്റ് ആയി. എല്ലാത്തിന്റെയും കണ്ടുപിടിക്കാനുള്ളതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ റേഷ്യോ നോക്കുക. റേഷ്യോനെ എന്ത് ചെയ്യുമ്പോഴാണ് ലെങ്ത്തും വിഡ്ത്തും കിട്ടണമെന്ന് നോക്കുക. അത് തന്നെ ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സേ ദാറ്റ് ദ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 1:1? വാട്ട് സോർട്ട് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഇറ്റ്? അതായത് ഒരു റെക്ടാംഗിളിന്റെ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് റെക്ടാംഗിൾ ആണ്?
വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:1 ആണെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ലെങ്ത്തും വിഡ്ത്തും സെയിം ആണെന്ന്. അപ്പൊ ലെങ്ത്തും വിഡ്ത്തും സെയിം ആയിട്ടുള്ള റെക്ടാങ്കിളിന്റെ പേരെന്താ? ലെങ്ത്തും വിഡ്ത്തും എപ്പോഴാണ് സെയിം ആവുക? അത് സ്ക്വയർ ആവുമ്പോൾ. അപ്പൊ ക്വസ്റ്റ്യനില് ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:1ന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്താ? ആ റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്ത്തും സെയിം ആണ്. ദാറ്റ് മീൻസ് the length and width of that rectangle are same. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ്, വാട്ട് സോർട്ട് ഓഫ് എ റെക്ടാങ്കിൾ ഇസ് ഇറ്റ്? അത് ഏത് ടൈപ്പ് റെക്ടാങ്കിൾ ആണ്? ലെങ്ത്തും വിഡ്ത്തും സെയിം ആയ ആ റെക്ടാങ്കിൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഏത് ടൈപ്പ് റെക്ടാങ്കിൾ ആണെന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ സ്ക്വയർ ആണ്. പേജ് നമ്പർ 119ലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത ദിവസം അടുത്ത സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.